Dear students, next topic is series of functions. Sequence of functions പറഞ്ഞ പോലെ തന്നെ നമുക്ക് series of functions എന്താണെന്ന് പറയാം. If Fn is a sequence of functions, and sigma n equal to 1 to infinity Fn x belongs to A is a series of functions on A. Then the series of functions ne കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞാല് അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്. If we define S1x F1x, S2x to be F1x plus S2x, S3x F1x plus S2x plus S3x, and so on. In general, Snx equal to F1x plus F2x plus etc. plus Fnx. Then the series Snx, then the sequence of functions. Then Snx, this called the nth partial sum of series Snx. Snx can be written as f Sn minus 1x plus Fnx. Right. Now, this is called the nth partial sum of the series. And the series sigma Fnx converges if and only if the sequence of partial sums Snx converges. ഈ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് സീരീസിന്റെ കൺവേർജൻസ് എന്ന് പറഞ്ഞാല് അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ കൺവേർജൻസ് ആണ്, റിയൽ സീക്വൻസ് പറഞ്ഞ പോലെ തന്നെ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇഫ് Snx converges uniformly on some domain D, then sigma Fnx converges uniformly. അപ്പോൾ Snxന്റെ കൺവേർജൻസ് യൂണിഫോം ആണെങ്കിൽ സിഗ്മ Fnxന്റെ യൂണിഫോം ആണ്, അതർവൈസ് ഇറ്റ് ഈസ് നോൺ യൂണിഫോം. നെക്സ്റ്റ് ഇവിടെ സീരീസിന്റെ ഇതിൽ വരുന്ന മറ്റൊരു ഇത് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് കൺവേർജൻസ് ആണ്. Absolute convergence എന്ന് പറഞ്ഞാല് if sigma mod Fnx converges, then sigma Fnx converges absolutely. ഇതാണ് absolute convergenceന്റെ definition.
നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് റിസൾട്ടാണ് നമുക്ക് പ്രത്യേകമായിട്ടുള്ളത്. ഒന്ന് കോഷി ക്രൈറ്റീരിയൻ ആണ്. സീക്വൻസിൽ പറഞ്ഞ പോലെ തന്നെ കോഷി ക്രൈറ്റീരിയൻ. കോഷി ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാല് let Fn be a sequence of functions on the subset of series sigma Fn is uniformly convergent if and only if for every epsilon greater than 0 there exists m epsilon such that if m greater than n greater than or equal to m epsilon, then mod Fn plus 1x plus etc plus Fmx less than epsilon for all x belongs to D. അപ്പോൾ ഇവിടെ ഇത് വളരെ സിമ്പിൾ ആണ്, കാരണം ഇത് വളരെ ഒബ്വിയസ് ആണ്. കാരണം നമുക്കറിയാം സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ കൺവേർജൻസ് ആണ് സീരീസിന്റെ കൺവേർജൻസ് എന്ന് പറഞ്ഞാല്. Now what is സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് എസ് എൻ ആണെങ്കിൽ എസ് എന്നിന് കോഷി ക്രൈറ്റീരിയൻ എന്താണ് പറയാ? സീക്വൻസ് എസ് എൻ മോഡ് എസ് എം എക്സ് മൈനസ് എസ് എൻ എക്സ് ലെസ് ദാൻ എപ്സിലോൺ. അത് തന്നെയാണത്. എസ് എം എക്സ് മൈനസ് എസ് എം എക്സ് എന്ന് പറഞ്ഞാല് എഫ് വൺ എക്സ് പ്ലസ് എഫ് ടു എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് എം എക്സ് എന്ന് പറയും. അതിൽ നിന്ന് എഫ് വൺ എക്സ് പ്ലസ് എഫ് ടു എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് എൻ എക്സ് കുറച്ചാല് ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്ന ഈ റിസൾട്ട് തന്നെയാണിത്. ഇതാണ് എന്താണ് എഫ് എൻ പ്ലസ് വൺ എക്സ് പ്ലസ് എഫ് എൻ പ്ലസ് ടു എക്സ് പ്ലസ് എക്സെട്ര എന്നാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ പ്രൂഫ് ആവശ്യമില്ല, അല്ലെങ്കിൽ പ്രൂഫ് വളരെ ഒബ്വിയസ് ആണ് നമ്മൾ പറയാണ്. നമുക്ക് നെക്സ്റ്റ് ഒബ്വിയസ് ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്തായിരിക്കും, കാരണം സീരീസിന്റെ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ കൺവേർജൻസ് ആണ്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജന്റ് ഇഫ് ആൻഡ് യൂണിഫോംലി കൺവേർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് കോഷി. കോഷി മീൻസ് മോഡ് എസ് എം എക്സ് മൈനസ് എസ് എൻ എക്സ് ലെസ് ദാൻ എപ്സിലോൺ. അത് കൊടുത്താൽ തന്നെ നമുക്ക് ഈ പ്രൂഫ് കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാല് ഇത് ഉപയോഗിച്ചാണ് നമ്മള് സീരീസിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാറുള്ളത്. അതായത് വെയർസ്ട്രാസ് എം ടെസ്റ്റ്. വെയർസ്ട്രാസ് എം ടെസ്റ്റ് എന്ന് പറഞ്ഞാല് let Mn be a sequence of real numbers such that mod Fnx less than or equal to Mn for x belongs to D the series sigma Mn is convergent, then sigma Fnx is absolutely convergent on D. ഇതേച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ നോക്കാം നമുക്ക്. അതാണ് ഈ ഭാഗത്തുനിന്ന് എക്സാമിന് ചോദിക്കുക. ഡിസ്കസ്
the convergence of sigma Fn per Fnx equal to x square plus n square whole raised to -1. So we have to check the convergence of the series. ഇവിടെ mod Fnx എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? mod 1 by x square plus n square ആണ് വരിക. രണ്ടും പോസിറ്റീവ് സ്ക്വയർ ആയതുകൊണ്ട് മോഡുലസ് ആവശ്യമില്ല. 1 by x square plus n square. Okay, we can write this is less than or equal to x ന്റെ ടേം ഒഴിവാക്കാം. 1 by n square എന്ന് എഴുതാം. Now, this is our mn. Mn equal to 1 by n square. Now, what about sigma mn? Sigma mn എന്ന് പറഞ്ഞാല് sigma 1 by n square ആണ്. That's equal to 1 plus 1 by 2 square plus 1 by 3 square plus etc. ഈ സീരീസ് കൺവേർജൻ ആണ് നമുക്കറിയാം. കാരണം ഇതാണ് റിസൾട്ട്. സിഗ്മ 1 by n raised to p converges if p greater than 1. Therefore, sigma 1 by n square is convergent. That is, sigma mn is convergent. So, by Weierstrass M test, sigma 1 by x square plus n square is absolutely convergent. കൺവേർജൻസിന്റെ അബ്സല്യൂട്ട്ലി കൺവേർജൻസ് ആവും. ഇങ്ങനെ ഒരു സീരീസ് നമുക്ക് കാണാൻ സാധിച്ചാൽ. ഇതേപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, Fnx equal to nx whole raised to -2. This can be written as 1 by n square x square. Again, this can be written as equal to 1 by x square into n square. If mod x greater than 1 is less than or equal to 1 by n square. So, sigma Fnx converges uniformly if mod x greater than 1. Equal to ആയാലും കുഴപ്പമുണ്ടാവില്ല. mod x greater than or equal to 1. അതേപോലെ തേർഡ് ക്വസ്റ്റ്യൻ, sin x Fnx equal to sin x by n square. We have mod sin y less than or equal to mod y എന്നുള്ള റിസൾട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ mod Fnx equal to mod sin x by n square less than or equal to mod x by n square. So if mod x less than or equal to 1, less than or equal to 1 by n square, less than or equal to a by n square if mod x less than or equal to a for some a. For some a. That is, then therefore
sigma fnx converges absolutely if mod x less than or equal to some a. എത്ര വലുതായാലും കുഴപ്പമില്ല, the series converges absolutely.